ഹലോ ഗൈസ്, ഇന്ന് ഡേറ്റ് ഒക്ടോബർ 13. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ഒരു ട്രേഡിംഗ് വീഡിയോയാണിത്. ഇന്നെനിക്ക് പ്രോഫിറ്റൊന്നും കിട്ടിയില്ല. കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ ഓവർ ഗ്രീഡ് കാരണമാണ് ഇന്ന് പ്രോഫിറ്റ് എനിക്ക് കിട്ടാതെ പോയത്. ഇന്ന് ഞാൻ എടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇന്ന് ഞാൻ പുട്ട് ഓപ്ഷനിലാണ് ട്രേഡ് എടുക്കുന്നത്. അതിൻ്റെ റീസൺ, ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഓവറോൾ ട്രെൻഡ് നെഗറ്റീവാണ്. അതുകൂടാതെ ഒരു മാർക്കറ്റിൽ, അതായത് ഓവറോൾ ഒരു നെഗറ്റീവ് ന്യൂസും എയറിൽ നിൽപ്പുണ്ട്, ട്രംപിൻ്റെ താരിഫ് ഇഷ്യൂ. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഡൗൺ സൈഡ് പോകും എന്നുള്ളൊരു കൺഫർമേഷനിൽ താഴത്തോട്ടുള്ളൊരു ട്രേഡ് ടെക്നിക്കൽ അനാലിസിസും കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പുട്ട് ഓപ്ഷനിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ഒരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. കറൻ്റ്ലി ചെറിയൊരു ലോസ് റണ്ണിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 12 പോയിൻ്റാണ് യൂഷ്വലി സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത്. അതായത് ലോസ് കിട്ടിയാൽ ഒരു 1000 റുപ്പീസ് ലോസിൽ എക്സിറ്റ് ചെയ്യുന്ന രീതിക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 10 പോയിൻ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് മോഡിഫൈ ചെയ്തിട്ട് 12 മാറ്റി കൊടുക്കുന്നുണ്ട്. 79 ആക്കി കൊടുക്കുന്നുണ്ട്. 79 അല്ല, 78 വേണ്ടത്. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ, കറൻ്റ്ലി മാർക്കറ്റ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു ട്രേഡാണ്. റിവേഴ്സൽ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, കറൻ്റ്ലി അതിൻ്റെ പ്രീമിയത്തിന്മേൽ ചെറിയ ചെറിയ വേരിയേഷൻസ് നമ്മുടെ സൈഡിലോട്ട് വരുന്നത് പോലെ ചെറിയ മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണെങ്കിലും. ഇതിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് പയ്യെ. അപ്പോൾ നമ്മളെടുത്ത പോയിന്റിലോട്ട് മാർക്കറ്റ് പയ്യെ എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 91 പ്രീമിയത്തിന്മേലാണ് എടുത്തിരിക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ 88 അത് വരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ പയ്യെ പച്ചയെല്ലാം കത്തി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഞാൻ ജസ്റ്റ് ടാർഗറ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ ജസ്റ്റ് 151 ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു 50 പോയിൻറ്റ്സാണ് പ്രീമിയത്തിന്മേൽ ഞാൻ ടാർഗറ്റ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു 4000 സംതിങ് പ്രോഫിറ്റ് കിട്ടും. ബട്ട് അത്രയും കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ യൂഷ്വൽ സെറ്റപ്പ് 30 പോയിൻറ്റ്സാണ്. 30 പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഹാപ്പിലി എക്സിറ്റ് ആവാറാണ് പതിവ്. ഇന്ന് ഒരു വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അത് കൊടുത്തത്. അവിടെയാണ് ഇന്ന് ഞാൻ ലോസ് അല്ല, ഇന്ന് എൻ്റെ പ്രോഫിറ്റ് എല്ലാം നഷ്ടപ്പെട്ടത് ആ ഒരു ഗ്രീഡ്നെസ് കൊണ്ടാണ്. ഇപ്പോൾ മാർക്കറ്റ് നമ്മുടെ അനുകൂലമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് നേരമായി. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കുറച്ച് നേരത്തിന് ശേഷം എന്താ സ്റ്റാറ്റസ് എന്ന്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രേഡ് ഇപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. 1500 എബോവ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ അനലൈസ് ചെയ്ത ടെക്നിക്കൽ അനാലിസിസ് എല്ലാം കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രേഡ് നമ്മുടെ ഫേവറബിളായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ,
നല്ലൊരു മൂവ്മെൻറ്റ് പ്രീമിയത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോഫിറ്റും നമ്മുടെ സ്ക്രീനിൽ കാണാൻ നമുക്ക് അറൗണ്ട് 1800 വന്നിട്ടുണ്ട്. നമുക്ക് വന്ന ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് എൻട്രി പോയിൻറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലോസ് വന്നാലും ഒരു കോസ്റ്റ് എക്സിറ്റേ വരത്തുള്ളൂ. നമ്മൾ ഒരു 60 റുപ്പീസ് ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. ടാർഗറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോസ് വരുമെന്നുള്ള പേടി വേണ്ട. പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4000 കിട്ടും. പക്ഷെ അത്രയും വലിയൊരു ടാർഗറ്റ് വയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല, അത് അന്നേരം ചിന്തിക്കണമായിരുന്നു. 30 പോയിൻറ്റ്സ് കിട്ടിയിട്ട് ഇറങ്ങുന്നതായിരുന്നു ബുദ്ധി. അപ്പോൾ ഒരു 2000 റുപ്പീസ് എന്തായാലും ഇന്ന് ഒരു 10-20 മിനിറ്റിനുള്ളിൽ കയ്യിലായേനെ. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇനി കാര്യമില്ല. നമ്മുടെ ട്രേഡ് ഇപ്പോൾ 2200 സംതിങ് വരെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു 30 പോയിൻറ്റ്സാണ് ടാർഗറ്റ് വെച്ചിരുന്നതെങ്കിൽ 2200 കവർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഹിറ്റ് ആവുമായിരുന്നു. അതായിരുന്നു കറക്റ്റ് എൻ്റെ ഒരു സെറ്റപ്പ് അത് തന്നെയായിരുന്നു. ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് 2200 കൊണ്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. ബട്ട് ഇന്ന് കുറച്ച് ഓവർ ഗ്രീഡി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് പകരമായിട്ട് 30 പോയിൻറ്റ്സിന് പകരമായിട്ട് 50 പോയിൻറ്റ്സാണ് ടാർഗറ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, മാർക്കറ്റ് ഇപ്പോഴും ആ ഒരു റേഞ്ചിലുണ്ട്. അവിടെ നിന്ന് വീണ്ടും നമുക്ക് നമ്മുടെ ടാർഗറ്റിലോട്ട് പോകുന്ന പോലെ ഒരു മൂവ്മെൻറ്റ് കാണിച്ചതിന് ശേഷം അവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സൽ വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയിട്ടുണ്ട്. 2500 അടുത്തോളം നമുക്ക് ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ ഓവർ ഗ്രീഡി ആവാതെ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എന്തോ ഓവർ ഗ്രീഡിനെസ് കാരണം അവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യുന്നില്ല. ഞാൻ അവിടെ അത് ഹോൾഡ് ചെയ്തിരുന്നു. ക്യാപിറ്റൽ, അതായത് ഇന്നെനിക്ക് ലോസ് വരില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ 2500 റുപ്പീസ് പ്രോഫിറ്റ് ഞാൻ കുളിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ്. ജസ്റ്റ് 30 മിനിറ്റ്സിനാണ് ഈ 2500 ഒറ്റ അറൗണ്ട് ഒരു 10,000 താഴെ ക്യാപിറ്റൽ വെച്ച് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും ഇത് കളയരുതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 1000 എങ്കിലും ഞാൻ ഇതിൽ നിന്ന് എടുക്കണമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു 4000 വരെ പോകും എന്നുള്ള ഓവർ ഗ്രീഡിനെസ് എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടും എനിക്ക് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അത് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്തു. അതിനൊരു കാരണമുണ്ട്. പലവട്ടം ഞാൻ ഇതുപോലെ എക്സിറ്റ് ചെയ്ത് കളയുമ്പോഴും മാർക്കറ്റ് ഞാൻ വെച്ച ടാർഗറ്റിലോട്ട് എത്തുന്നത് ഞാൻ പലവട്ടം എൻ്റെ കമ്പനി കണ്ടിട്ടുണ്ട്. വലിയ എമൗണ്ടുകൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ എക്സിറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു രീതിക്കുള്ള മൂവ്മെൻറ്റ് കിട്ടിയില്ല. ഇവിടെ എക്സിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ന് ഒരു നല്ല ഡേ ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യുന്നില്ല, ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇവിടെ നിന്നൊരു ബയേഴ്സ് ആക്റ്റീവായിട്ട് വലിയൊരു ട്രെൻഡ് റിവേഴ്സൽ വരുന്നുണ്ട്. പലവട്ടം ഞാൻ ആ ഒരു ടാർഗറ്റ് എമൗണ്ട് മോഡിഫൈ ചെയ്യാനും SL ട്രയൽ ചെയ്യാനും എല്ലാം പോകുന്നുണ്ട്. പക്ഷേ എനിക്കെന്തോ എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് പോലെ ഇനിയും അത് താഴ്ത്തിട്ട് വരും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിൽ ഹോപ്പിനൊരു സ്ഥാനമില്ല. ലോജിക്ക് മാത്രമേ ഇവിടെ വർക്കാവുള്ളൂ. ഇമോഷൻസ് വെച്ച് ഇതിൽ വർക്ക് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പൈസ എല്ലാം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഞാൻ അവിടെ എക്സിറ്റ് ചെയ്യണമായിരുന്നു. ഇവിടെ ഈ ഒരു 2000 റുപ്പീസ് എടുത്ത് എക്സിറ്റ് ചെയ്യണമായിരുന്നു. ഞാനത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിൽ പോകുന്നത് ഇന്ന് എനിക്ക് ലോസ് വരില്ലല്ലോ, എങ്ങനെ വന്നാലും ഒരു കോസ്റ്റ് എക്സിറ്റ് അല്ലെങ്കിൽ ഒരു 4000 റുപ്പീസ് പ്രോഫിറ്റ്, ഇതാണ് എൻ്റെ മനസ്സിലെപ്പോഴും കിടക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പയ്യെ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സൽ വരുന്നുണ്ട്. നമുക്ക് 2600 റുപ്പീസ് പ്രോഫിറ്റിൽ നിന്ന് വന്നതാണ്. അവിടെ നിന്ന് അത് വീണ്ടും ചെറുതായി 1000 എത്തിയിട്ടുണ്ട്.
മാർക്കറ്റിൽ ഒരിക്കലും നമ്മൾ ഗ്രീഡും ഫിയറും കൺട്രോൾ മാർക്കറ്റിൽ ഗ്രീഡും ഫിയറും കൺട്രോൾ ചെയ്യുന്നതാണ് മെയിൻ ഘടകം. നമ്മൾ ആ ഒരു ഇന്നിപ്പോൾ ഞാൻ ചെയ്തതിന് പകരമായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ശരിക്കും ട്രയൽ ചെയ്ത് കൊണ്ടുപോയായിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു 1000 റുപ്പീസെങ്കിലും എടുത്തിറങ്ങാമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് മോഡിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്നിട്ട് ഞാനത് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ ഒരു കോമഡി. ഇനി ഞാൻ എപ്പോഴും അത് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് എൻ്റെ എസ്എൽ ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിരുന്ന പ്രോഫിറ്റ് ഏകദേശം എല്ലാം തന്നെ പോയിട്ടുണ്ട്. 2600ഓളം പ്രോഫിറ്റ് വന്നിരുന്നതാണ്. ഈ മാർക്കറ്റിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടും, നമ്മൾ കുറച്ച് വർക്ക് ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും. എനിക്ക് ആ ഒരു 2600 പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാനായിട്ട് ഒരു 50 മിനിറ്റ്സ് ധാരാളം മതിയായിരുന്നു. ഞാൻ ഒരാവശ്യമില്ലാണ്ട് എക്സ്ട്രാ ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്ത് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് കളഞ്ഞെടുത്തു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഇതൊരു ജസ്റ്റ് ഒരു ബാഡ് ലക്ക് ആണെന്ന് വിചാരിച്ചാൽ മതി. ഇത് ഒരു ലെസനാണ്. സോ മൈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഒരു 300 റുപ്പീസ് പ്രോഫിറ്റിൽ എക്സിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ്